വീണ്ടും കത്തോലിക്ക പാതിരി പോക്സോ കേസിൽ റിമാൻഡിൽ. ഇക്കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഒരു കത്തോലിക്ക പാതിരി ബാലപീഡനത്തിന്റെ പോക്സോ വകുപ്പ് പ്രകാരം തൃശ്ശൂരിൽ അറസ്റ്റിലായിരുന്നു. ഇന്നലെ വീണ്ടും ഉയർപ്പിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതാ അടുത്ത കത്തോലിക്ക പാതിരിയും പോക്സോ വകുപ്പ് പ്രകാരം റിമാൻഡിലായിരിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ കാമഭ്രാന്തന്മാരായ പാതിരിമാരെ പേടിച്ചിപ്പോൾ ആർക്കും പള്ളിയിൽ പോലും പോകാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇക്കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച തൃശ്ശൂരിന് സമീപം 10 വയസ്സുകാരനായ ബാലനെ പീഡിപ്പിച്ച് ഒളിവിൽ പോയ കേസിൽ പറവൂർ ചേന്ദമംഗലം പാലത്തൂരിൽ ജോസഫ് കൊടിയൻ എന്ന ഈ 67കാരനായ ഞരമ്പ് രോഗിയായ പാതിരിയെയാണ് പോക്സോ ആക്ട് അനുസരിച്ച് അകത്താക്കിയത്. ഉയർപ്പ് ദിനത്തിൽ തന്നെ ഒളിവിൽ പോയ ഈ പാതിരിയെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ പൊക്കി ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഈ പാതിരിയുടെ 2 വർഷത്തിനുള്ളിലെ രണ്ടാമത്തെ പോക്സോ കേസായിരുന്നു ഇത്. ഇന്നലെ അറസ്റ്റിലായത് കത്തോലിക്ക സഭയുടെ മാനന്തവാടി രൂപതയിൽപ്പെട്ട ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ പള്ളിയിലെ മുൻ അസിസ്റ്റന്റ് വികാരി അഖിൽ ജോഷി എന്ന മാനന്തവാടിക്കാരനാണ്. ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്ന കാലഘട്ടത്തിൽ, അതായത് 2025 ഏപ്രിൽ 25-ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ റിമാൻഡ് ചെയ്തത്. കൂത്തുപറമ്പ് സ്പെഷ്യൽ ജയിലിലാണ് ഈ പാതിരിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞ ഉടൻ തന്നെ സഭ ഇയാളെ ആന്ധ്രാപ്രദേശിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കത്തോലിക്ക സഭയിലെ പാതിരിമാരെ പൃഷ്ഠതാടനത്തിനും ബാലികാപീഡനത്തിനും പിടിക്കപ്പെടുമ്പോൾ കേസ് ഒതുക്കി തീർക്കുന്നതുവരെ ഇതുപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കടുക്കവെള്ളം കൊടുത്ത് ഇടുകയാണ് പതിവ്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ശൗര്യം പണ്ടേ പോലെ അങ്ങോട്ട് ഫലിക്കുന്നില്ല. FCRA അക്കൗണ്ടുകളിലൂടെ കടത്തിക്കൊണ്ടുവന്ന ആ ആയിരക്കണക്കിന് കോടികൾ ഇപ്പോൾ പഴയ പോലെ നടക്കുന്നില്ലാത്തതിനാൽ പഴയ പോലെ കാശ് വാരിയെറിയുവാനുള്ള ലിക്വിഡിറ്റി ഈ നൈറ്റി മാഫിയകൾക്കില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. പണ്ടൊക്കെയായിരുന്നുവെങ്കിൽ ഒരു ചെറിയ പൃഷ്ഠധാരണ കേസ് ഒതുക്കി തീർക്കുവാൻ ഒരു 250 കോടി വരെ വാരിയെറിയുമായിരുന്നു. ഇന്ന് പഴയ പോലെ പീഡന കേസുകളൊന്നും അങ്ങനെ മുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ചുങ്കക്കുന്നിലെ ഈ പീഡന കേസും ഒതുക്കുവാൻ സാധിക്കാതെ പോയത്. കത്തോലിക്ക സഭ കാര്യമായി കണ്ടുകൊണ്ടാവണം കേളകം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പാതിരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പുറത്തുവിടുന്നില്ല. അതുപോലെ മറ്റു മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കുവാൻ അവരെ സ്വാധീനിച്ച് ഈ പോക്സോ കേസും അവർ മുക്കി. അതുകൊണ്ട് ഈ വാർത്ത കാണുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക, ജനങ്ങളിലെത്തിക്കുക. ദൈവത്തിൻ്റെ ഈ പ്രതിപുരുഷന്മാരുടെ ലീലാവിലാസങ്ങൾ നാട്ടുകാർ അറിയട്ടെ. പാതിരിമാരുടെയും നൈറ്റ് തൊഴിലാളികളുടെയും മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുന്ന മുണ്ണവിശ്വാസികൾ അറിയുവാൻ ഇവന്മാരുടെ അടുത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ പോകരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കരുത്. ഇവന്മാർക്ക് 6-90 നോട്ടമില്ല. ആരെ ഒത്തുകിട്ടിയാലും ഇവന്മാർ കുദാശിക്കും. വിത്തുകാളുകളെ പോലെ നെയ്മിട്ട് നടക്കുന്ന ഇവന്മാരെ വരിയുടയ്ക്കാതെ ഇനി പള്ളികളിൽ പ്രവേശിപ്പിക്കരുത്. ഇവന്മാരുടെ അടുത്തേക്ക് ആരെയും അയക്കരുത്. ഇന്ന് സമൂഹത്തിൽ കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകുന്നത് ഈ ചവകൾ എന്ന് പറയുന്ന പൈശാചിക കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇവന്മാർ നിങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും പള്ളികളോട് അടുപ്പിക്കുവാൻ ശ്രമിക്കും. ദൈവകാര്യത്തിനാണല്ലോ, പ്രാർത്ഥനയാണല്ലോ എന്നൊക്കെ കരുതി മൊണ്ണയച്ചായന്മാർ തങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം പള്ളിയിലേക്ക് വിടും. അവർ കാശുണ്ടാക്കാനായി നെട്ടോട്ടം ഓടുകയും ചെയ്യും. പള്ളികളിൽ നടക്കുന്ന ചൂഷണങ്ങളിൽ 1% പോലും പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. സഭയ്ക്കും പിതാക്കന്മാർക്കും നാണക്കേടുണ്ടാകും, അതല്ലെങ്കിൽ ദൈവശാപം ഉണ്ടാകുമെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും കേസ് ഇവർ ഒതുക്കി തീർക്കും. പക്ഷേ ഇന്ന് പോക്സോ കേസിൽ നിന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ സാധ്യമല്ല. ഇന്ത്യയിലെ ശിശു സംരക്ഷണ നയങ്ങളുടെ ഭാഗമായിയാണ് ഇന്ത്യയിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ നിയമങ്ങൾ നിലവിൽ വന്നത്. ഇന്ത്യൻ പാർലമെന്റ് 2012 മെയ് 22-ന് ബാല ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പാസാക്കിയ നിയമമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കെതിരായ കുട്ടികളുടെ സംരക്ഷണ നിയമം, ദി പ്രൊട്ടക്ഷൻസ് ഓഫ് ദ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അഥവാ പോക്സോ ആക്ട്. ഓർക്കുക, ഇന്ത്യയിൽ കുറഞ്ഞത് 53% കുട്ടികളെങ്കിലും പലതരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ നടക്കുന്നത് സ്വന്തം വീടുകളിലും ആരാധനാലയങ്ങളിലും അടുത്ത ബന്ധുക്കളിൽ നിന്നുമൊക്കെയാണ്. പാതിരിമാരോടും നെറ്റിത്തൊഴിലാളികളോടും ഒരു ബഹുമാനം കലർന്ന ആരാധന ഈ മുണ്ണക്കുഞ്ഞാടുകൾക്കുള്ളത് കൊണ്ട് പലപ്പോഴും ഇവർ കെണിയിൽ പെട്ടുപോകാറുണ്ട്.
പോക്സോ കേസ് പ്രകാരം ഇന്ന് 50, 60, 80 വർഷങ്ങളൊക്കെ ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പോക്സോ കേസുകളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. ഡിവോഴ്സ് കിട്ടുവാൻ ഭാര്യമാരെന്ന് ഭർത്താക്കന്മാർക്കെതിരെ പോലും ഈ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് എല്ലാ ജില്ലകളിലും ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതികളുണ്ട്. പുറമെ കേസുകൾ അതിവേഗം തീർപ്പാക്കുവാൻ അതിവേഗ കോടതികൾ അഥവാ ഫാസ്റ്റ് ട്രാക്ക് കോടതികളും ഉണ്ട്. നാണം കെട്ട കത്തോലിക്ക സഭയിലെ മാനം കെട്ട ബിഷപ്പുമാരെ, നിനക്കൊക്കെ നിന്റെ പാതിരിമാരെ പിടിച്ച് വരിയുടച്ചുകൂടി. ഇനി ഇവന്മാർ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കൈവച്ചാൽ വിശ്വാസികൾ അരമനകളിൽ കയറി ഇവന്മാരുടെ അംശവടി ഒടിച്ചു കളയണം. കുർബാന കളിക്കുവാൻ ഇതിൻ്റെ ആവശ്യം എന്തിനാടാ എന്ന് ചോദിക്കണം. യാതൊരു മടിയും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.